ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വന്നേക്കുന്നത് നല്ല അടിപൊളി ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഫിഷ് മാർക്കറ്റിൽ വന്നതാണ്. വരാപ്പുഴ ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ചെമ്മീനും പിന്നെ കുറച്ച് ചാള, അങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് നേരത്തെ വരാണെങ്കിൽ അധികം തിരക്കില്ലാതെ നോക്കി മേടിക്കാൻ പറ്റും കേട്ടോ. ഒരു 11 മണിക്ക് ശേഷമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം തിരക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഫിഷൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചേച്ചിമാർ ഇരിക്കുന്നുണ്ടാവും. അവർ നമുക്ക് ക്ലീനൊക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഫിഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫിഷാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഷ് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ക്രാബൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്രാബും കരിമീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ചക്കക്കുരു കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ആ ചക്കക്കുരു ക്ലീൻ ആക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒരു 3 വിസിലിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 100 ചക്കക്കുരുവിന് എന്തോ 20 റുപ്പീസ് അങ്ങനെ എന്തോ ഉണ്ടോ. അങ്ങനെ 3 വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബാക്കി 2 വിസിൽ സ്ലോയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ കുറച്ച് അമരപ്പയർ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷമാണ് അരിഞ്ഞെടുക്കുന്നത്. കുറേ നാളായി വിചാരിക്കുന്നു ചട്ടിച്ചോറ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ 2 തവണ ഇങ്ങനെ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്കും ചട്ടിച്ചോറ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അമരപ്പയറെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരുയുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചക്കക്കുരു മുഴുവനായിട്ട് വേവേണ്ട, ഏകദേശം ഒന്ന് വെന്തു എന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായ അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇടാം. 1-2 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നേരിതാക്കി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലീനാക്കി കഴുകിയെടുത്തിട്ടുള്ള ചെമ്മീനാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഏകദേശം വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തൊലി കളഞ്ഞെടുത്ത മാങ്ങയാണ് കേട്ടോ. മാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ മാങ്ങ കഷ്ണം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെമ്മീൻ റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ വറുത്തെടുക്കുന്നുണ്ട്. ഇനി കറിയുടെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചെറുള്ളിയും കുറച്ച് ജീരകവും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ചെമ്മീനും മുരിങ്ങക്കായയും മാങ്ങയും ചക്കക്കുരുവൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളച്ച് ഇങ്ങനെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കറി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിലയും ചെറുള്ളിയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ. അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അത് ആ ചെമ്മീനും ഞാൻ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അമരപ്പയർ വേവിച്ച് വെച്ചിട്ടില്ലേ, അത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു ഏകദേശം ഒരു 6 ഉള്ളി എടുത്തിട്ടുണ്ടാവും. ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അമരപ്പയറിൽ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള
ചില്ലി ഉണ്ടല്ലോ, അതായത് ഉണക്കമുളക് ചതച്ചത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഇടുന്ന സമയത്ത് മുളക് കരിഞ്ഞ് പോകുന്നു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അമരപ്പയറിലേക്ക് ഇട്ടെടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അമരപ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയല്ലേ ഉണ്ടാക്കി നോക്കാൻ. ആരെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് ചാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇനി ചീര തോരനുണ്ടാക്കുന്ന വീഡിയോ ഞാനിതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്താൽ തന്നെ പിന്നെയും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാത്തത്. ഇനി ഇതിലേക്ക് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് കാന്താരി മുളകും, പിന്നെ മാങ്ങ, നേരത്തെ കറിയിലിട്ട മാങ്ങ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ആ ഒരു മാങ്ങയും കുറച്ച് ഉപ്പും ചെറുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ചട്ടിച്ചോറ് സെർവ് ചെയ്യാനുള്ള ചട്ടീൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ള ഒരു ചട്ടിയിൽ ഞാൻ ചോറ് സെർവ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇതാ മുരിങ്ങക്കായും ചെമ്മീനും മാങ്ങയും ചക്കക്കുരുയുടെ കറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അമരപ്പയറിൻ്റെ തോരനും, പിന്നെ ഇതാ ചെമ്മീൻ റോസ്റ്റ് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുമന്ന ചീര തോരനും, പിന്നെ ചാള പൊരിച്ചതും, പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറും, പിന്നെ പപ്പടം പൊരിച്ചതും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചട്ടിച്ചോറ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ചോറ് ഞാൻ പിന്നെ പ്ലേറ്റിലാണ് കേട്ടോ സെർവ് ചെയ്തത്. അപ്പോൾ എന്നെ പോലെ ആരെങ്കിലും ഇനി ചട്ടിച്ചോറ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.